ഹായ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററാണ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മാത്തമാറ്റിക്സിൻ്റെ ഹാർട്ട് എന്ന് പറയാം, കാൽക്കുലസ്. അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഇനി ഉള്ള ഒരു 5-6 ചാപ്റ്റർ ഇതിൻ്റെ ബാക്കിയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ ഇനിയുള്ള ഒരു 5-6 ചാപ്റ്റർ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നറിയാമെങ്കിൽ മാത്രമേ, ഒരു ദിവസത്തെ ക്ലാസ് അറിയാമെങ്കിൽ മാത്രമേ അടുത്ത ദിവസത്തെ പഠിക്കാൻ പറ്റുള്ളൂ. ഇനിയുള്ള ഒരു 5-6 ചാപ്റ്റർ, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, ഇൻ്റഗ്രേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ, പിന്നെ ഇത് രണ്ടും കൂടെ മിക്സായിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഇങ്ങനെ ഒരു 5 ചാപ്റ്റർ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുക. ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചാൽ ബാക്കി ഓരോന്നും നിങ്ങൾക്ക് പഠിക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഈ മെട്രിക്സും ഒക്കെ പോലെ ഒരുപാട് കാൽക്കുലേഷൻ ഒന്നും ഇവിടെ ഇല്ല. 2-3 മാർക്ക് മേടിക്കാൻ 2-3 ലൈൻ എഴുതിയാൽ മതി. വളരെ സിമ്പിളാണ്. കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ചെയ്യാം. അപ്പം ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്, ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ വർഷം അവസാനം ഞാൻ 5ാം ക്ലാസ്സിലും പഠിപ്പിച്ചത് ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ്. അതിൻ്റെ ബാക്കി, ലിമിറ്റിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂസ് ഫങ്ഷൻസ്. ഡെറിവേറ്റീവ്സിൻ്റെ ബാക്കിയാണ് ഡിഫറൻഷ്യബിലിറ്റി. ആ ഡിഫറൻസിയേഷൻ അറിയാമെങ്കിൽ മാത്രമേ അതിൻ്റെ ആപ്ലിക്കേഷനും ഇൻ്റഗ്രേഷനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇത് നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് പഠിക്കാം. കുറേ റിസൾട്ടുകളൊക്കെ നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചതാണ്. ഒന്നും കൂടെ അതൊന്ന് റിസൾട്ട് മാത്രം പറഞ്ഞുതരാം. അത് നന്നായിട്ട് അറിയാമെങ്കിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ആദ്യം തൊട്ടേ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ ഈ ഒരു 5 ചാപ്റ്റർ നിങ്ങളുടെ കൈക്കുള്ളിൽ സുഖമായിട്ടിരിക്കും. അപ്പോൾ നിങ്ങളത് ശരിക്കും നന്നായിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കണ്ടിന്യൂറ്റി പഠിക്കാം. കണ്ടിന്യൂറ്റി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച ലിമിറ്റിൻ്റെ ബാക്കിയാണ് കണ്ടിന്യൂറ്റി. അപ്പോൾ അത് വേണം. ലിമിറ്റ്, ഒരു ഫംഗ്ഷൻ y = f(x), x = a എന്ന് പറയുന്ന ഡൊമൈനിൻ്റെ ഒരു പോയിന്റ്. ഈ a എന്ന് പറയുന്ന പോയിന്റിൽ ലിമിറ്റ് ഉണ്ടോ ഇല്ലയോ, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യോ ഇല്ലയോ നമ്മൾ കഴിഞ്ഞ വർഷം നോക്കിയായിരുന്നു. അവിടെ 2 ലിമിറ്റ് കണ്ടുപിടിച്ചു, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും. ഈ a എന്ന് പറയുന്ന പോയിന്റ്, ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് f(x) അറ്റ് ദ പോയിന്റ് x = a. ലെഫ്റ്റ് ലിമിറ്റ് ഓഫ് f(x) അറ്റ് ദ പോയിന്റ് x = a ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഓർക്കുന്നുണ്ടോ? ലെഫ്റ്റ് ലിമിറ്റിനെ LHL, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് LHL, അല്ലെങ്കിൽ ഓർ f(a-) ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലെങ്കിൽ f(a-) അറ്റ് ദ പോയിന്റ് x = a. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് x → a - f(x). അതുപോലെ തന്നെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് RHL ഓർ f(a+) എന്ന് പറയുന്നത് ലിമിറ്റ് x → a + f(x). ഈ 2 ഇക്വേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചതാ. അത് നമുക്ക് ഇവിടെയും വേണം, ഈ വർഷവും വേണം. ഈ x → a+, x → a- എന്ന് വെച്ചാൽ മീനിങ്, a+ എന്ന് വെച്ചാൽ പ്ലസ് എന്നോ a- എന്ന് വെച്ചാൽ മൈനസ് എന്നോ ഒന്നുമല്ല. a- എന്ന് വെച്ചാൽ a-ക്കാട്ടിൽ ഇച്ചിരി കുറവ്, a- ഇച്ചിരി കുറവ്, a+ എന്ന് വെച്ചാൽ a-ക്കാട്ടിൽ ഇച്ചിരി കൂടുതൽ. അപ്പോൾ കൂടുതലേ കുറവ് എന്നുള്ള മീനിങ്ങേ ഉള്ളൂ. x → a- എന്ന് വെച്ചാൽ x അപ്രോച്ചസ് ടു a ഫ്രം ദ ലെഫ്റ്റ് സൈഡ് ഓഫ് a. ഇങ്ങനെ ഒരു പോയിന്റ് a എന്ന് പറഞ്ഞൊരു പോയിന്റ്, ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എക്സിനെ എയിലേക്ക് അപ്രോച്ച് ചെയ്യുന്നതിനാണ് x → a- എന്ന് പറയുന്നത്. അല്ലെങ്കിൽ x takes the values less than a കുറവാണ് ആൻഡ് ക്ലോസ് ടു a, അതാണ് x → a- ന്റെ മീനിങ്. ഈ സൈഡിൽ വരുന്നതിനെ നമ്മൾ x → a- എന്ന് എഴുതും. ഇനി x → a+ എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരുന്ന റൈറ്റ് സൈഡിൽ x takes the values greater than a and close to a, യുടെ തൊട്ടടുത്തായിരിക്കും, പക്ഷേ a-ക്കാട്ടിലും വലുതായിരിക്കും. അതിന് നമുക്ക് x → a+ എഴുതാം. അപ്പോൾ എയുടെ റൈറ്റ് സൈഡിലുള്ള വാല്യൂസിനെ x → a+ എന്നും ലെഫ്റ്റ് സൈഡിൽ വരുന്ന വാല്യൂസിനെ x → a- എന്നും എഴുതും. അപ്പോൾ a+, a-ന്റെ മീനിങ് അതാണ്. a+ വെച്ചാൽ ഗ്രേറ്റർ ദാൻ a, a- വെച്ചാൽ ലെസ് ദാൻ a. ലെഫ്റ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ് → a-, റൈറ്റ് സൈഡിൽ നിന്ന് വരുന്നതാണ് → a+. അത് ശ്രദ്ധിച്ചോ. അപ്പോൾ ഈ 2 സൈഡിൽ നിന്ന് നമ്മൾ എയിലേക്ക് വരുമ്പോൾ f(x) ഒരേ പോയിന്റിലേക്ക് തന്നെ വരുവാണെങ്കിൽ, അതായത് ഈ 2 ലിമിറ്റും, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ, f(a-) f(a+) ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഈ പർട്ടിക്കുലർ പോയിന്റിലെ ലിമിറ്റ് ഉണ്ട്. ലിമിറ്റ് x → a f(x) എക്സിസ്റ്റ് ചെയ്യും. ആ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്ന വാല്യൂ, ഈ രണ്ടും ഈക്വൽ ആയിട്ട് ഒരു വാല്യൂ കിട്ടുമല്ലോ, ആ വാല്യൂ ആണ് അതിന്റെ ലിമിറ്റ്. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ അതിനൊരു യൂണീക്ക്നെസ് ഉള്ളൂ. ലെഫ്റ്റിൽ നിന്ന് വരുമ്പോൾ ഒരിടത്തോട്ടും റൈറ്റിൽ നിന്ന് വരുമ്പോൾ മറ്റൊരിടത്തോട്ടും പോയാൽ അതിനൊരു യൂണീക്ക്നെസ് ഇല്ല. ലിമിറ്റ് ഉണ്ടാവണമെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് വരുന്ന ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കണം. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ a+, a- ഒന്നും വേണ്ട, വെറും a മതി. x → a f(x) അങ്ങനെ എഴുതാം.
ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ലിമിറ്റ് ഉള്ളൂ. ഇതൊക്കെ കഴിഞ്ഞ വർഷം പഠിച്ചതാ, ഞാൻ ഒന്നുകൂടി ഒന്ന് ഓർപ്പിച്ചതേ ഉള്ളൂ. ഒരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. എക്സാമ്പിൾ f of x equal to 3x plus 2, f of x equal to 3x plus 2, x less than or equal to 2, x square plus 4, x greater than 2. ഇവിടെ നമുക്ക് 2-ലെ ലിമിറ്റ് കണ്ടുപിടിക്കാം. x tends to 2-ലെ ലിമിറ്റ് x tends to 2 f of x എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. x tends to 2-ല് ലിമിറ്റ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ. അപ്പോൾ നമ്മളൊരു നമ്പർ ലൈൻ വരച്ച് മാർക്ക് ചെയ്തൊക്കെ ഓർക്കുന്നുണ്ടോ കഴിഞ്ഞ വർഷം? ഇങ്ങനെ ഒരു നമ്പർ ലൈൻ, ഈ 2 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഫംഗ്ഷൻ രണ്ടായിട്ട് കിടക്കുന്നത്. 2-ന്റെ ഇടത് സൈഡിൽ ഒരു ഫംഗ്ഷൻ, വലത് സൈഡിലെ മറ്റൊരു ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 2-ന്റെ ഇടത് സൈഡിലുള്ളതിനെ നമുക്ക് x tends to 2 മൈനസ് എഴുതാം. 2-ന്റെ വലത് സൈഡിലുള്ളതിനെ x tends to 2 പ്ലസ് എഴുതാം. പ്രാവശ്യം ഇംപ്രൂവ്മെന്റ് എഴുതുന്നവർക്ക് ഇത് ഉപകാരപ്പെടും കേട്ടോ. ഇംപ്രൂവ്മെന്റിന് ലിമിറ്റ് ഉണ്ടല്ലോ. ഇനി x tends to 2 മൈനസ് വെച്ച് x ലെസ് ദാൻ 2 ആണ്. x ലെസ് ദാൻ 2 ആണ് 2 മൈനസ്. ആ കേസിൽ f of x 3x plus 2 ആണ്. അപ്പോൾ നമ്മൾ ലെസ് ദാൻ 2-ല് f of x 3x plus 2 എന്ന് എഴുതുന്നു. ഇനി 2 പ്ലസ് വെച്ചാൽ അല്ലെങ്കിൽ 2-ന്റെ റൈറ്റ് സൈഡ് ഗ്രേറ്റർ ദാൻ 2 ആണ്. ഗ്രേറ്റർ ദാൻ 2 വരുമ്പോൾ f of x x സ്ക്വയർ പ്ലസ് 4 ആണ്. x സ്ക്വയർ പ്ലസ് 4. ഈ ഒരു നമ്പർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ലിമിറ്റ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ നമുക്ക് f of 2 മൈനസ് കണ്ടുപിടിക്കാം. f of 2 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് ഇക്വേഷൻ. ലിമിറ്റ് x tends to 2 മൈനസ് f of x. ഇനി x tends to 2 മൈനസിന് f of x 3x plus 2 ആണ്. അപ്പോൾ നമ്മൾ ഇനി f of x ന് 3x plus 2 എന്ന് കൊടുക്കണം. അപ്പോൾ ഇനി x tends to 2 ഇട്ടാൽ മതി. കാരണം 2 മൈനസിൻ്റെ മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. അവിടെ 2 ഇട്ടാലും മതി. അപ്പോൾ 2 മൈനസിൽ f of x 3x plus 2 ആണ്. നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ പോവാം. ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇനി ലിമിറ്റ് എഴുതണ്ട. x-ന് 2 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ മതി. 3 into 2 plus 2. 3 into 2 എന്ന് വെച്ചാൽ 6 plus 2 എന്ന് പറഞ്ഞാൽ 8. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 8. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് f of 2 പ്ലസ് കാണാൻ പോകാം. f of 2 പ്ലസ് എന്ന് പറയുമ്പോൾ ഇക്വേഷൻ ലിമിറ്റ് x tends to 2 പ്ലസ്. ആ ഇക്വേഷൻസ് കാണാൻ പഠിക്കണേ. f of x. ഇനി നോക്കുക 2 പ്ലസിൽ f of x x സ്ക്വയർ പ്ലസ് 4 ആണ്. അപ്പം നമ്മൾ x സ്ക്വയർ ഇക്വേഷൻ അവിടെ കൊടുക്കാൻ പോകണം. അപ്പം x tends to 2 മതി. 2 പ്ലസിൻ്റെ വാല്യൂ കൊടുക്കാൻ പോകും. അപ്പം 2 മതി. 2 പ്ലസിൻ്റെ വാല്യൂ x സ്ക്വയർ പ്ലസ് 4 ആണ്. x സ്ക്വയർ പ്ലസ് 4. ഇനി നമ്മൾ x സ്ക്വയർ പ്ലസ് 4 x-ന് 2 കൊടുക്കുന്നു. അപ്പം 2 സ്ക്വയർ പ്ലസ് 4. 2 സ്ക്വയർ 4. 4 പ്ലസ് 4 8. നോക്കുക f of 2 മൈനസും f of 2 പ്ലസും ഈക്വൽ ആണ്. f of 2 മൈനസ് ഈക്വൽ ടു f of 2 പ്ലസ് ഈക്വൽ ടു 2 8 ആണ്. അപ്പോൾ ലിമിറ്റ് ഉണ്ട്. therefore ലിമിറ്റ് ഇനി വെറും 2 മതി. x tends to 2 f of x. ലെഫ്റ്റിൽ നിന്ന് വന്നാലും റൈറ്റിൽ നിന്ന് വന്നാലും ഇതിൻ്റെ ആൻസർ 8 ആണ്. അപ്പം വെറും 2 ഇട്ടാൽ മതി. ആൻസർ 8. ഇങ്ങനെയാണ് ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തേതാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തതാണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് ശരിക്കും സെക്കൻഡ് ഇയറിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂറ്റിയാണ്. ലിമിറ്റിൻ്റെ ബാക്കി കണ്ടിന്യൂറ്റി. അപ്പം അത് ഒരു ഫംഗ്ഷൻ y = f of x. ഡൊമൈനിൽ ഒരു പോയിന്റ് x = a. അത് രണ്ടും തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ f of x ഉം പോയിന്റ് x = a. ഈ x = a എന്ന് പറയുന്ന പോയിന്റിൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ, ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് x = a ആവണമെങ്കിൽ രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്നാമതായിട്ട് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. ഒന്നാമത് ലിമിറ്റ് x tends to a f of x എക്സിസ്റ്റ് ചെയ്യണം. നമ്മളിപ്പം ചെയ്ത ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയാൽ മതി. എക്സിസ്റ്റ് ചെയ്താൽ മാത്രം പോരാ. രണ്ടാമതായിട്ട് ആ ലിമിറ്റിൻ്റെ വാല്യൂ x tends to a f of x എന്ന് പറഞ്ഞ ആ വാല്യൂ എന്ന് പറഞ്ഞാൽ f of a തന്നെയായിരിക്കണം. f of x-ലെ ആ ഫംഗ്ഷൻ ഒറിജിനൽ ഫംഗ്ഷനിലെ x-ന് പകരം a ഇട്ട് കൊടുക്കുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് തന്നെ വേണം. ഇത് രണ്ടുകൂടെ വേണ്ടിയാണ് മിക്സ് ചെയ്ത് ഈ ഒരു ഒറ്റ കണ്ടീഷൻ എഴുതിയാലും മതി. ഈ ഇങ്ങനെ ലിമിറ്റ് x tends to a f of x എഴുതണമെങ്കിൽ ഈ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഈ ഒറ്റ കണ്ടീഷൻ മതി. അപ്പം ഈ വേണേൽ നമുക്കിതെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ എഴുതാം. ദ ഫംഗ്ഷൻ f of x is continuous at the point x is equal to a if f of a minus left hand limit f of a minus equal to right hand limit f of a plus equal to ഫംഗ്ഷൻ്റെ വാല്യൂ. ഇത് മൂന്നും ഈക്വൽ ആയാൽ മതി. f of a മൈനസും f of a പ്ലസും f of a കൂടെ എല്ലാം കൂടെ ഈക്വൽ ആയി വരുവാണെങ്കിൽ the function f of x is continuous at the point x is equal to a. ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആവണമെങ്കിൽ ഈ മൂന്ന് വാല്യൂ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും f of
ഓഫ് എന്ന് വെച്ചാൽ എക്സിന് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ മതി, ലിമിറ്റ് ഒന്നും കൊടുക്കണ്ട, ഡയറക്റ്റ് എക്സിന് ആയിട്ട് കൊടുത്താൽ മതി. ഈ 3 വാല്യൂ ഒരേ സെയിം ആയിട്ട് വരുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് എക്സ് ഈക്വൽ ടു എ. ക്ലിയർ ആയില്ലേ? ഇനി ഇതിപ്പോൾ ഡൊമൈനിൽ ഒരു സിംഗിൾ പോയിന്റ് എടുത്തേ, ആ ഡൊമൈൻ ഫംഗ്ഷന്റെ ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും, ഇനി അടുത്ത പോയിന്റ് ബി എടുത്തപ്പോൾ എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് ബി പ്ലസ് എഫ് ഓഫ് ബി എല്ലാം ഈക്വൽ ആയിട്ട് വരികയാണ്. ബിയിലും കണ്ടിന്യൂസ് ആണ്. സി എടുത്തു, സിയിലും അത് സാറ്റിസ്ഫൈ ആണ്, സിയിലും കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഡൊമൈനിലെ ഏതൊരു പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും ഈ കണ്ടീഷൻ, കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. എഫ് ഓഫ് എക്സ് ഫുൾ ആയിട്ട് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആയിരിക്കും. അതായത് ഡൊമൈനിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം. ഈ കണ്ടീഷൻ ലെഫ്റ്റും റൈറ്റും എഫ് ഓഫ് എ ഈക്വൽ ആയി വന്നാൽ മതി. അങ്ങനെ വരികയാണ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് എവരിവെയർ. എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ നമുക്ക് പറയാം. എഫ് ഓഫ് എക്സ് ഫുൾ ആയിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. ഇനി ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും ഈ സിയിലെ ഫംഗ്ഷൻ ഈ കണ്ടിന്യൂറ്റി വരുന്നില്ല, അങ്ങനെ നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി. ഇപ്പം 10 പോയിന്റ് ഉണ്ട്, അതിൽ 9ലും കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഒരിടത്ത് മാത്രം കണ്ടിന്യൂസ് അല്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. കണ്ടിന്യൂസ് ആവണമെങ്കിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം, എല്ലാ പോയിന്റിലും കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. അപ്പോൾ ബാക്കി എല്ലായിടത്തും ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പോയിന്റിൽ മാത്രമില്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അപ്പം കണ്ടിന്യൂസ് ആണെങ്കിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആയിരിക്കണം. എല്ലാ പോയിന്റ് ഡൊമൈനിലെ ഏത് പോയിന്റ് എടുത്താലും അവിടെ എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിന് നമുക്കൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. അതർവൈസ് ദാറ്റ് ഈസ് എ ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഈ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് കുറേ ഫംഗ്ഷൻസ് നമുക്ക് കണ്ടിന്യൂസ് ഉറപ്പായിട്ട് പറയാമെന്ന് പറയാം. കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാന്ന് പറയാം. ഒന്നാമതായിട്ട് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എവരി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഒന്നാമതായിട്ട് എവരി കോൺസ്റ്റന്റ് ഫംഗ്ഷൻ, അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ, കോൺസ്റ്റന്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -5, അങ്ങനെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ വന്നാൽ അത് എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് കണ്ടാൽ നിങ്ങൾ ഒന്നും നോക്കണ്ട, ദാറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് എഴുതാം. അതുപോലെ രണ്ടാമത് പോളിനോമിയൽ ഫംഗ്ഷൻ. എവരി പോളിനോമിയൽ ഫംഗ്ഷൻ പോളിനോമിയൽ ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഷുഡ് ബി കണ്ടിന്യൂസ്. അത് ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആയിരിക്കും. നിങ്ങൾ പ്രൂവ് ചെയ്യാനൊന്നും പോകണ്ട, ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ആണെങ്കിൽ അത് ഉറപ്പായിട്ട് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ആണെങ്കിൽ കണ്ടിന്യൂസ് ആണ്. പിന്നെ എവരി റാഷണൽ ഫംഗ്ഷൻ, റാഷണൽ ഫംഗ്ഷൻ്റെ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിൽ വരുന്നതാണ്. പി ഓഫ് എക്സും ക്യൂ ഓഫ് എക്സും പോളിനോമിയൽസ് ആയിരിക്കും. പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് ഫോമിൽ വരുന്ന ഫംഗ്ഷൻസ് ആണ്. അത് എല്ലായിടത്തും കണ്ടിന്യൂസ്, അതതിൻ്റെ ഡൊമൈനിൽ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിരിക്കും. ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ പി ഓഫ് എക്സ് ബൈ ക്യൂ ഓഫ് എക്സ് എവരി റാഷണൽ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈനിൽ. പക്ഷെ പോളിനോമിയൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻ വരുമ്പോൾ ഡൊമൈനിൽ മാത്രം കണ്ടിന്യൂസ് ആണ്. അതുപോലെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, സൈൻ എക്സ്, കോസ് എക്സ്, ടാൻ എക്സ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതല്ലേ, ഈ വർഷം ഒന്നുകൂടെ പറഞ്ഞു തരുന്നു. അതെല്ലാം അതിന്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്. ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ആർ കണ്ടിന്യൂസ് ഇൻ ഇറ്റ്സ് ഡൊമൈൻ. അതിന്റെ ഡൊമൈനിൽ അത് കണ്ടിന്യൂസ് ആണ്. പിന്നെ മോഡുലസ് ഫംഗ്ഷൻ, നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ അല്ലേ മോഡെക്സ് കണ്ടിന്യൂസ് ആണ്. മോഡുലസ് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, പോളിനോമിയൽ ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, റാഷണൽ ഫംഗ്ഷൻ അതിന്റെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനും ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണ്, മോഡുലസ് ഫംഗ്ഷൻ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പിന്നെ ഇതിനെ ഈ കണ്ടിന്യൂറ്റി കുറെ ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ, അതുകൊണ്ട് ഓൾജിബ്ര രണ്ട് ഫംഗ്ഷൻ എഫും ജിയും കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി എന്ന് പറയുന്ന പോയിന്റിൽ എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ, ടു ഫംഗ്ഷൻസ് എഫ് ആൻഡ് ജി ആർ കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി ആണെങ്കിൽ നമുക്ക് കുറെ ഓൾജിബ്ര പറയാം. എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് മൈനസ് ജി സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ഇൻറ്റു ജി സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജി സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഒരു കണ്ടീഷനോട് വേണം, ജി ഓഫ് സി 0 ആവരുത്. എഫ് ബൈ ജി ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് സി പ്രൊവൈഡഡ് ജി ഓഫ് സി നോട്ട് ഈക്വൽ 0. അതൊക്കെ ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എഫ് പ്ലസ് ജി ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച എഫ് പ്ലസ് ജിയുടെ ഡെഫിനിഷൻ എഫ് പ്ലസ് ജി ഓഫ് എക്സ്. എഫ് പ്ലസ് ജി മീൻസ് എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഈക്വൽ എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അതുപോലെ എഫ് മൈനസ് ജി ഓഫ് എക്സ് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ്, എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ്, ഇതെന്ന് വെച്ചാൽ എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ്. അതെല്ലാം സിയിൽ കണ്ടിന്യൂസ് ആണ്. എഫും ജിയും സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ ഇതെല്ലാം സിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അത് നമുക്ക് ഈസി ആയിട്ട് പറയാം. ക്ലിയർ ആയില്ലേ? ഓക്കെ. ഒരു ക്വസ്റ്റ്യൻ,
prove that this function f of x equal to 5x minus 3. F of x equal to 5x minus 3. This function is continuous at x is equal to 0, x is equal to minus 3, x is equal to 5. ഈ ഫംഗ്ഷൻ 0-ലും -3-ലും 5-ലും കണ്ടിന്യൂസ് ആണ് പ്രൂവ് ചെയ്യാനെന്ന് പറഞ്ഞേക്കോ. അപ്പോൾ നമുക്ക് ഇത് പോളിനോമിയൽ ആണെന്നുകൊണ്ട് കണ്ടിന്യൂസ് എവരിവെയർ അതുകൊണ്ട് വേണേൽ അങ്ങനെ എഴുതാം. നമുക്ക് അല്ലാതെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് ചെയ്യാം. അപ്പം 0, -3, 5 ആ 3 പോയിന്റ്സിലെ കണ്ടിന്യൂറ്റി നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നമ്പർ ലൈൻ വരയ്ക്കാം. നമ്പർ ലൈനിൽ ഈ പോയിന്റ്സ് എല്ലാം അടയാളപ്പെടുത്തണം. ആദ്യം -3 അല്ലേ, അത് കഴിഞ്ഞിട്ടല്ലേ 0, പിന്നെ 5. അപ്പോൾ ആദ്യം -3 ഇച്ചിരി അകത്തേക്ക് വേണേ 0 പിന്നെ 5. ഇത് നമ്മൾ -3യുടെ ലെഫ്റ്റ് സൈഡ് x ടെൻസ് ടു -3 മൈനസ് കൺഫ്യൂഷൻ ആവരുത്. ഈ -3യുടെ റൈറ്റ് സൈഡിൽ x ടെൻസ് ടു -3 പ്ലസ് 0യുടെ ലെഫ്റ്റ് സൈഡിൽ x ടെൻസ് ടു 0 മൈനസ് റൈറ്റ് സൈഡിൽ x ടെൻസ് ടു 0 പ്ലസ് ലെഫ്റ്റ് സൈഡിൽ x ടെൻസ് ടു 5 മൈനസ് ഇത് x ടെൻസ് ടു 5 പ്ലസ്. നമ്മൾ ലിമിറ്റിന് വരച്ച പോലെ തന്നെ. അപ്പോൾ ലിമിറ്റിനകത്ത് 1, 2 പോയിന്റ് ഇവിടെ ഇപ്പോൾ 3 ഉണ്ട്. -3 ഉണ്ട്, 0 ഉണ്ട്, 5 ഉണ്ട്. -3യുടെ ലെഫ്റ്റ് സൈഡ് -3 മൈനസ് റൈറ്റ് സൈഡ് -3 പ്ലസ്. 0യുടെ ലെഫ്റ്റ് സൈഡ് 0 മൈനസ് റൈറ്റ് സൈഡ് 0 പ്ലസ്. 5ന്റെ ലെഫ്റ്റ് സൈഡ് 5 മൈനസ് റൈറ്റ് സൈഡിൽ 5 പ്ലസ് x ടെൻസ് ടു. ഇനി നോക്കുക f of x എല്ലായിടത്തും 5x മൈനസ് 3 എല്ലായിടത്തും 5x മൈനസ് 3. അപ്പോൾ നമുക്ക് ഇവിടെ എല്ലായിടത്തും 5x മൈനസ് 3 എന്ന് എഴുതാം. 5x മൈനസ് 3 ഇവിടെ f of x equal to 5x മൈനസ് 3 ഇവിടെ f of x equal to 5x minus 3 ഇവിടെ f of x equal to 5x minus 3 ഈ അടുത്ത് f of x 5x minus 3. ഇത് നമുക്ക് ആദ്യം കൺസിഡർ x is equal to -3. -3യുടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അതിനായിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് f of -3 മൈനസ് അവിടെ ഓൾറെഡി ഉണ്ട്. ഇക്വേഷൻ ലിമിറ്റ് x tends to -3 minus f of x that is equal to limit x tends to -3 ഇനി എഴുതിയാൽ മതി. -3 മൈനസിൽ f of x 5x minus 3 x tends to -3 എഴുതിയിട്ട് 5x minus 3. ഇത് നമ്മൾ xന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 5 into -3 -3 5 into -3 -15 -3 -18. ഇനി f of -3 plus ലിമിറ്റ് x tends to -3 plus ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത് തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. അവിടെ പഠിച്ച അതേ കാര്യം തന്നെ ചെയ്യുന്നത്. ലിമിറ്റ് x tends to ഇനി വെറും -3 മതി. -3 പ്ലസിലും f of x 5x minus 3. അപ്പോൾ 5x minus 3 തന്നെ എഴുതുന്നു. ഇനി x-ന് ഇവിടെ -3 കൊടുക്കും. ചിലർ ഇവിടെ എഴുതി വരും -3 വരും +3 ഒക്കെ പോകും. ശ്രദ്ധിച്ചോണം, -3 മാറുന്നത്. 5 into -3 -3 സെയിം ആൻസർ -18 വരും. ഈ ഒരെണ്ണം കൂടെ വേണം. f of -3 കൂടെ വേണ്ടേ? when x is equal to -3 f of x ന്റെ വാല്യൂ എന്താ? f of x എല്ലായിടത്തും 5x minus 3 ആണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. 5x minus 3. therefore f of -3 കൂടെ കാണാം. f of -3 equal to x ന് വരെ -3 ഡയറക്റ്റ് കൊടുത്താൽ മതി. 5 into -3 -3 അതും -18 വരും. നോക്കാം, എല്ലാ വാല്യൂ സെയിം അല്ലേ? f of -3 -18 അടുത്തതുപോലെ ഇല്ലാതെ. അപ്പൊ നമുക്ക് എഴുതാം f of -3 മൈനസ് ഈക്വൽ ടു f of -3 പ്ലസ് ഈക്വൽ ടു f of -3 എല്ലാം -18 ആണ്. therefore f of x is continuous at x is equal to -3. f of x is continuous at x is equal to -3. അതുപോലെ ഇനി നമ്മൾ അടുത്ത x is equal to 0 എടുക്കാൻ പോവാം. കൺസിഡർ x is equal to x is equal to 0 ഇതുപോലെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം. കൺസിഡർ x is equal to 0. 0 വരുമ്പോൾ ഇതിന്റെ ഈ പവർ 0 മൈനസും 0 പ്ലസും. അപ്പം f of 0 മൈനസ് കാണണം. f of 0 മൈനസ് ലിമിറ്റ് x tends to 0 മൈനസ് f of x. 0 മൈനസിൽ f of x എല്ലായിടത്തും 5x minus 3 ആണ്. അപ്പോൾ ലിമിറ്റ് x tends to 0 ഇട്ടാൽ മതി. 5x minus 3 നമ്മൾ x ന് 0 കൊടുക്കുന്നു. 0 കൊടുക്കുമ്പോൾ 5 into 0 -3 വരും. 5 into 0 0 ആണ്, ആൻസർ -3. അതുപോലെ തന്നെ f of 0 പ്ലസും f of 0 കാണാം. f of 0 പ്ലസ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് x tends to 0 plus f of x. That is limit x tends to 0. 0 പ്ലസിലും f of x
5x - 3 കണ്ടോ 5x - 3 ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുമ്പോൾ ആൻസർ -3 തന്നെ കിട്ടും. ഇനി when x = 0 f of x സെയിം 5x - 3 തന്നെയാണ്. അതുകൊണ്ട് f of 0 എന്ന് പറയുന്നത് 5 × 0 - 3 വെറുതെ കൊടുത്താൽ മതി, അതും -3 വരും. ഓക്കെ, ഇവിടെ സെയിം അല്ലേ, ഇവിടെ സെയിം ആണ്. അപ്പോൾ നമുക്ക് പറയാം f of 0 - equal to f of 0 plus equal to f of 0 എല്ലാം സെയിം ആണ്. അതുകൊണ്ട് f of x is continuous at x = 0. 0-ലും അത് സാറ്റിസ്ഫൈ ചെയ്തു, അപ്പോൾ 0-ലും കണ്ടിന്യൂസ് ആണ്. ഇതുപോലെ തന്നെ നിങ്ങൾ 5 ചെക്ക് ചെയ്താൽ മതി. ഇതേ പ്രോസസ്സ്, വെറുതെ ഈ സമയം കളയണ്ട. 5 ഇതുപോലെ f of 5 മൈനസ് കാണുക, f of 5 പ്ലസ് കാണുക, രണ്ടും ഒരേ ആൻസർ ആണ്. 5 × 5 25 - 22 കിട്ടും. ലെഫ്റ്റും 22 റൈറ്റും 22, f of 5-ഉം 22 കിട്ടും. അപ്പോൾ 5-ലും കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ക്ലിയർ ആയില്ലേ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, examine the continuity of this function f of x = modulus x plus 3 if x less than or equal to -3. ഇനി -2x if -3 less than x less than 3. 6x plus 2 if x greater than or equal to 3. ഇതിന്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അതായത് ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണോ. എക്സാമിൻ ദ കണ്ടിന്യൂറ്റി എന്ന് വെച്ചാൽ എല്ലാ പോയിന്റിലും ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അത് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇതൊരു സിംഗിൾ ഫംഗ്ഷൻ അല്ല. f of x -3 വരെ ഒരു ഫംഗ്ഷൻ, -3 തൊട്ട് +3 വരെ അടുത്ത ഫംഗ്ഷൻ -2x, 3യെക്കാട്ടിലും ഗ്രേറ്റർ ആവുമ്പോൾ 6x + 2, അങ്ങനെ പല ഫംഗ്ഷൻസ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളത് ശരിക്കും ചെക്ക് ചെയ്യണം. ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റും റൈറ്റ് ഹാൻഡ് ലെഫ്റ്റും ഒക്കെ എടുത്ത് ചെക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു മോഡുലസ് എക്സ് കിടപ്പുണ്ട്. ഈ മോഡുലസ് എക്സ് ഒക്കെ ഇട്ടുകൊണ്ട് നമുക്ക് കണ്ടിന്യൂറ്റി നമുക്ക് അത് ചെക്ക് ചെയ്യാൻ ഒറ്റ ഫംഗ്ഷനാണ് കുഴപ്പമില്ല. ഇത് പലയിടത്തായിട്ട് കിടക്കുന്നത്. അന്നേരം നിങ്ങളിത് മോഡുലസ് ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിരുന്നു, കണ്ടിന്യൂസ് ആയിരുന്നു. ഇവിടെ 3 ഫംഗ്ഷനായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മോഡുലസിനെ മാറ്റണം. മാറ്റിയതിന് ശേഷമേ നമുക്കത് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കുക, ഇവിടെ മോഡുലസ് കിടക്കുന്നത് x less than -3ലാണ്. when x less than -3, x less than -3 വെച്ചാൽ x നെഗറ്റീവാണ്. x നെഗറ്റീവ്, -3 ലെസ് അല്ലേ, ലെസ് വരുമ്പോൾ ഫുള്ള് നെഗറ്റീവാണ് ആകുമ്പോൾ ദെൻ മോഡുലസ് എക്സിന്റെ വാല്യൂ എന്താണെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ പഠിക്കുന്ന x നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസിന്റെ വാല്യൂ എപ്പോഴും പോസിറ്റീവാണ്. മോഡുലസ് ഓൾവേസ് പോസിറ്റീവ്. ഈ x നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസ് എക്സ് -x. എക്സ് പോസിറ്റീവ് ആണെങ്കിൽ മോഡുലസിന്റെ വാല്യൂ എക്സ് തന്നെ, ചേഞ്ച് ഒന്നുമില്ല. എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മോഡുലസിന്റെ വാല്യൂ തന്നെ -x ആണ്. കാരണം എക്സ് നെഗറ്റീവ് അല്ലേ, പോസിറ്റീവ് ആണെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നെഗറ്റീവിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ പോസിറ്റീവ് ആവുള്ളൂ. അതുകൊണ്ടാണ് x less than -3 എന്ന് വെച്ചാൽ എക്സ് നെഗറ്റീവ് ആണ്. അപ്പോൾ മോഡുലസ് എക്സിന്റെ വാല്യൂ -x ആണ്. അപ്പോൾ നമ്മൾ ഈ മോഡുലസിനെ ഇവിടെ മാറ്റാൻ പോവാണ്. f of x = -x. മോഡുലസിനെ മാറ്റി, കാരണം x less than -3 മോഡുലസിന്റെ വാല്യൂ -x ആണ്. -x plus 3, x less than or equal to -3, -2x, -3 less than x less than 3, 6x plus 2, x greater than or equal to 3. ഇങ്ങനെ മാറ്റി. ഇനി നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാം ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാം. അപ്പോൾ നോക്കുക, when x less than -3, -3 ഇപ്പറേ ഫുള്ള് ലെസ് ദാൻ -3 ആകുമ്പോൾ ഫുള്ള് f of x -x plus 3 ആണ്. f of x -x plus 3 ആണ്. അതുപോലെ തന്നെ when -3 less than x less than 3 എടുക്കുമ്പോഴും f of x -2x ആണ്. അതുപോലെ തന്നെ when x greater than 3 ഈക്വൽ അങ്ങ് എടുക്കുന്നില്ല, greater than 3 f of x 6x plus 2 ആണ്. ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. x less than -3 f of x -x plus 3 ആണ്. -3 തൊട്ട് +3 വരെ f of x -2x ആണ്. greater than 3 f of x 6x plus 2 ആണ്. ഇതെല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആണ്. all are polynomial functions. പോളിനോമിയൽ ഫംഗ്ഷൻ ആണ്, എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കണ്ടിന്യൂസ് എവരിവെയർ. അപ്പം ലെസ് ദാൻ -3, -3 തൊട്ട് +3 വരെ, greater than 3 അവിടെ എല്ലാം പോളിനോമിയൽ ഫംഗ്ഷൻസ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. പ്രശ്നം വരാൻ സാധ്യതയുള്ള പോയിന്റ്സ് ഈ സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന പോയിന്റ്സ് ആണ്. -3 വരെ ഒരു ഫംഗ്ഷൻ, -3 തൊട്ട് +3 വരെ മറ്റൊരു ഫംഗ്ഷൻ, greater than 3 വേറൊരു ഫംഗ്ഷൻ. അപ്പം രണ്ടായിട്ട് ഫംഗ്ഷൻ മാറിയേക്കുന്ന പോയിന്റ്സ് ഈ -3 ഉണ്ട് +3 ഉണ്ട്.
അപ്പം -3യിലും +3യിലുമാണ് കണ്ടിന്യൂസ് ആവാതിരിക്കാൻ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽസ് ആയതുകൊണ്ട് ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പം നമ്മളിനി കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ട പോയിന്റ്സ് -3യും +3യും മാത്രമാണ്. ആ 2 പോയിന്റ്സ് മാത്രം നമുക്ക് നോക്കിയാൽ മതി. അപ്പം നമ്മൾ അതിൻ്റെ നമ്പർ ലൈൻ വരച്ച് ആ 2 പോയിന്റ്സ് മാത്രം അടയാളപ്പെടുത്തുക. അതിൻ്റെ റീസൺ ഇതാണ്, ബാക്കി എല്ലാ പോയിന്റ്സിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ബാക്കി എല്ലാ പോയിന്റ്സിലും പോളിനോമിയൽ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആണ്. ഇപ്പോൾ 2 ആയിട്ട് ചേഞ്ച് ചെയ്തേക്കുന്ന പോയിന്റ്സ് ഈ -3യും +3യും. ആ -3യിലും +3യിലും മാത്രം നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമ്പർ ലൈൻ വരച്ചിട്ട് നമ്പർ ലൈൻ വരയ്ക്കുക, -3യും അടയാളപ്പെടുത്തുക, +3യും അടയാളപ്പെടുത്തുക. ഇനി നമ്മൾ പഴയ പോലെ -3 ലെഫ്റ്റ് സൈഡ് x ടെൻസ് ടു -3 മൈനസ് റൈറ്റ് സൈഡ് x ടെൻസ് ടു -3 പ്ലസ്. ഇവിടെ x ടെൻസ് ടു 3 മൈനസ്, ഇവിടെ x ടെൻസ് ടു 3 പ്ലസ്. ഇനി ഇത് ലെസ് ദാൻ -3 ആണ്. ലെസ് ദാൻ -3 f of x, ലെസ് ദാൻ -3 f of x -x + 3 ആണ്. -x + 3. ഇനി -3 തൊട്ട് +3 വരെ, -3 തൊട്ട് +3 വരെ f of x -2x ആണ്. അപ്പോൾ ഇവിടെ ഫുള്ള് -2x വരും. ഇനി ഇത് ഗ്രേറ്റർ ദാൻ 3 ആണ്. അവിടെ f of x 6x + 2 വരും. ഈ ഒരു നമ്പർ ലൈൻ വരച്ചിട്ടേ ചെയ്യാവൂടെ. അതിന് മുമ്പ് കോമൺ ആയിട്ടുള്ള കാര്യം പറയണം. പോളിനോമിയൽ ആയതുകൊണ്ട് അവിടെ എല്ലാവർക്കും കണ്ടിന്യൂസ് ആണെന്ന് ആദ്യം പറയണം. പറഞ്ഞിട്ട് ചെക്ക് ചെയ്യേണ്ട പോയിന്റ്സ് -3യും +3 മാത്രം. നമുക്ക് -3യിൽ ഓരോന്നും എടുത്ത് നോക്കാം. അപ്പോൾ f of -3 മൈനസ് ലിമിറ്റ് x ടെൻസ് ടു -3 മൈനസ് f of x. ഈ -3 മൈനസിൽ f of x എന്ന് പറഞ്ഞാൽ -3 മൈനസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. f of x -x + 3 ആണ്. -x + 3. അപ്പോൾ നമ്മൾ x ടെൻസ് ടു -3 മതിയേ. ഇനി അവിടെ എക്സിന്റെ വാല്യൂ -3 കൊടുക്കുന്നു. മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്, എക്സിന് വരെ -3. -3 +3, 3 + 3 6 വരും. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് 6 വരും. ഇനി f of -3 പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു -3 പ്ലസ് f of x. -3 പ്ലസിൽ f of x -2x ആണ്. അപ്പോൾ ലിമിറ്റ് x ടെൻസ് ടു, ഇനി -3 മതി. -3 പ്ലസിലെ വാല്യൂ കൊടുക്കും. അപ്പോൾ -3 എഴുതിയാൽ മതി. -2x. ഇനി എക്സിന് -3 കൊടുക്കുക. -2 × -3. -2 × -3 അവിടെ 6 വരും. ഇനി ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കണം. f of -3യും കൂടെ കാണണം. f of -3 കാണണമെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുക. when x is equal to -3. -3 വരുന്നത് നമ്മൾ ആദ്യം f of x എഴുതിയപ്പോഴേ -x + 3 ആണ് x ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 വരുന്നത്. -3 ഈക്വൽ -3 ഉള്ള ഭാഗം നോക്കണം. ഒറിജിനൽ ക്വസ്റ്റ്യൻ എഴുതിയില്ലേ, ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമ്മൾ മോഡുലസിനെ മാറ്റിയായിരുന്നു. f of x ഈക്വൽ ടു ഇങ്ങനെയല്ലേ ആദ്യം എഴുതുന്നത്. പിന്നെയുള്ളത് -2x -3 ലെസ് ദാൻ x ലെസ് ദാൻ 3 ആണ്. അപ്പം ഇവിടെ -3 ഇല്ല. -3 ഈക്വൽ -3 വരുന്ന ഇതിൻ്റെ അകത്താണ്. x ഈക്വൽ ടു -3 വരുന്നത് f of x ഇവിടെയാണ്. അപ്പോൾ നമ്മൾ f of x-ന്റെ വാല്യൂ എന്ന് പറയുന്നത് when x is equal to -3, f of x എന്ന് പറയുന്നത് -x + 3 ആണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളെ, ആ ഈക്വൽ -3 ഉള്ളത് ഇതിൻ്റെ അകത്താണ്, -x + 3-ക്കകത്താണ്. അത് വേണം എഴുതാനായിട്ട്. ഇതിൻ്റെ അകത്ത് വേണം കൊടുക്കാൻ. therefore f of -3 എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തിട്ട് കൊടുക്കുക. -3 + 3 -x എന്നല്ലേ, -x-ന് -3 കൊടുത്തു +3, അതും 6 വരും. ഇതെല്ലാം കിട്ടിയില്ലേ. ദാറ്റ് ഈസ് f of -3 minus equal to f of -3 plus equal to f of -3. ഇതെല്ലാം 6 എന്ന് കിട്ടി. therefore f is continuous at the point x is equal to -3. ഇതിലെ -3 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. ഇനി ഇതുപോലെ തന്നെ 3യും കൂടെ ചെക്ക് ചെയ്യണം. നമുക്ക് 3യും കൂടെ ചെക്ക് ചെയ്യണ്ടേ. ഇപ്പം -3യുടെ ഒക്കെ ആണല്ലോ, ലെഫ്റ്റും റൈറ്റും പിന്നെ ആ പോയിന്റും കണ്ടുപിടിച്ചു, എല്ലാം 6 വന്നു. അതുകൊണ്ട് -3യുടെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അത്രയും വരെ കുഴപ്പമില്ല. ഇനി +3യും കൂടെ കാണും. f of 3 മൈനസ് 3യുടെ കൂടെ നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ f of 3 മൈനസ് എന്ന് പറയുമ്പോഴത്തേക്കും ലിമിറ്റ് x ടെൻസ് ടു 3 മൈനസ്, ബ്രാക്കറ്റിന്റെ ആവശ്യമില്ല. f of 3 മൈനസ് ഈക്വൽ ടു ലിമിറ്റ് x ടെൻസ് ടു 3 മൈനസ് f of x. ലിമിറ്റ് x ടെൻസ് ടു 3 മൈനസ് f of x നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 3 മൈനസിൽ 3 മൈനസിൽ ഫംഗ്ഷൻ -2x ആണ്. 3 മൈനസിലെ ഫംഗ്ഷൻ x ടെൻസ് ടു ഇവിടെ 3 എഴുതിയാൽ മതി. -2x നമ്മൾ വാല്യൂ കൊടുക്കുന്നത് x-ന് 3 ആണ് കൊടുക്കുന്നത്. മാർക്ക് കൊടുത്താൽ -2 × 3 വരും. ദാറ്റ് ഈസ് -6. അത് കിട്ടി. f of 3 മൈനസ് നമുക്ക് -6 എന്ന് കിട്ടി. ഇനി f of 3 പ്ലസ് കണ്ടുപിടിക്കാം. f of 3 പ്ലസ് ലിമിറ്റ്
x tends to 3 plus f of x. 3 plus ഇവിടെയാണ് 3 plus f of x 6x plus 2 ആണ്. അപ്പോൾ നമ്മൾ ലിമിറ്റ് x tends to 3 കൊടുത്തു, f of x ന് 6x plus 2 കൊടുത്തു. ഇനി x ന് 3 കൊടുക്കാൻ പോവാം. 6 into 3 plus 2, 6 into 3 18 plus 2 20 വരും. ഇപ്പം തന്നെ നോക്കുക, അത് രണ്ടും ഡിഫറൻ്റ് അല്ലേ എഴുതിയേക്കണേ. ഒരിടത്ത് -6ഉം ഒരിടത്ത് 20 ആണ്. ഇനിയിപ്പോൾ മൂന്നാമത്തെ കാണേണ്ട കാര്യമില്ല, ഈക്വൽ ആണെങ്കിൽ മാത്രം മൂന്നാമത്തെ കണ്ടാൽ മതി. അപ്പം നമുക്ക് പറയാം f of 3 minus not equal to f of 3 plus. ഇത് ഈക്വൽ ആണെങ്കിൽ മാത്രം f of 3 കാണാൻ പോയാൽ മതി. ഇത് രണ്ടും ഈക്വൽ അല്ല വന്നാൽ പിന്നെ മൂന്നാമത്തെ കാണുന്ന ഒരു പ്രസക്തിയും ഇല്ല. അപ്പോൾ f of 3 minus f of 3 plus ഈക്വൽ അല്ല. അതുകൊണ്ട് നമുക്കറിയാം ദിസ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 3. ഡിസ്കണ്ടിന്യൂസ് at x is equal to 3. x is equal to 3 ലെ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്, കണ്ടിന്യൂറ്റി ഇല്ല, ഡിസ്കണ്ടിന്യൂസ് ആണ് ഈ പർട്ടിക്കുലർ പോയിന്റ്. അപ്പോൾ ബാക്കി എല്ലായിടത്തും കണ്ടിന്യൂസ് ആണ്, പക്ഷേ ഈ ഒറ്റ പോയിന്റിൽ മാത്രം ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയി. അതുകൊണ്ട് നമുക്ക് f of x is a ഡിസ്കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയാം. ക്ലിയർ ആയോ? ഞാൻ ചെക്ക് ചെയ്തോളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. f of x equal to modulus x by x if x not equal to 0. 0 if x equal to 0. ഈ മോഡുലസ് എക്സ് ബൈ എക്സ് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പല പ്രാവശ്യം ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളത് നോട്ട് ചെയ്തോണേ. ഇവിടെ മോഡുലസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ ഫംഗ്ഷൻ ആയിട്ടല്ല കിടക്കുന്നത്, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മോഡുലസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റത്തില്ല, മോഡുലസിനെ മാറ്റി വേണം ചെയ്യാൻ. ഒരു സിംഗിൾ ഫംഗ്ഷൻ ആയിരുന്നെങ്കിൽ ഓക്കെ, ഇവിടെ നമുക്കത് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം നമ്മൾ മോഡുലസിനെ മാറ്റാൻ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം മോഡുലസ് എക്സ് ഈക്വൽ ടു, ഞാൻ മുമ്പേ പറഞ്ഞ എക്സ് നെഗറ്റീവ് ആണെങ്കിൽ -x ഈ x ലെസ് ദാൻ 0 വെച്ച് നെഗറ്റീവ് ആകുമ്പോൾ -xഉം പോസിറ്റീവ് ആകുമ്പോൾ xഉം വരും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള മോഡുലസിനെ മാറ്റണം ഇങ്ങനെ, -x if x ലെസ് ദാൻ 0 ആൻഡ് x if x ഗ്രേറ്റർ ദാൻ 0. അത് വെച്ചുകൊണ്ട് f of x നെ ചേഞ്ച് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് x നെ മാറ്റുകയാണ് -x ബൈ x അവിടെ ഓൾറെഡി ഉണ്ട്. if x ലെസ് ദാൻ 0, ഈ നോട്ട് ഈക്വൽ ടു 0 രണ്ടെണ്ണം ഉണ്ട്, ലെസ് ദാൻ 0യും ഗ്രേറ്റർ ദാൻ 0യും കൂടെ വരുന്നതാണ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0യിൽ ലെസ് ദാൻ 0യും ഉണ്ട്, ഗ്രേറ്റർ ദാൻ 0യും ഉണ്ട്. അത് നമ്മൾ രണ്ടായിട്ട് തന്നെ എഴുതുക. ലെസ് ദാൻ 0യിൽ മോഡുലസ് എക്സിന് -x ഇട്ടു കൊടുക്കും. ഇനി ഗ്രേറ്റർ ദാൻ 0 വരുമ്പോൾ ആ നോട്ട് ഈക്വൽ ടു 0 രണ്ടാക്കിയതാണ്, നോട്ട് ഈക്വൽ ടു 0 രണ്ടാക്കിയതാണ്. അപ്പം മോഡുലസ് എക്സിന് വരും +x വരും, x ബൈ x ഈ x ഗ്രേറ്റർ ദാൻ 0. പിന്നെ ഇവിടെ 0 ഉണ്ട്, ഈ x ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് f of x ഈക്വൽ ടു, നമ്മൾ ഇതിനെ ഇങ്ങനെ ചേഞ്ച് ചെയ്തു, x വെട്ടിപ്പോയി -1 വരും, -1 ഈ x ലെസ് ദാൻ 0. പിന്നെ x ബൈ x 1 വരും, 1 ഈ x ഗ്രേറ്റർ ദാൻ 0, 0 ഈ x ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ നോക്കണം. x ലെസ് ദാൻ 0യിൽ -1ഉം ഗ്രേറ്റർ ദാൻ 0യിൽ +1ഉം. When x less than 0, f of x equal to -1, and when x greater than 0, f of x equal to +1. ഇത് രണ്ടും കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആണ്. ലെസ് ദാൻ 0യിൽ -1ഉം ഗ്രേറ്റർ ദാൻ 0യിൽ +1ഉം, അത് രണ്ടും കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, നമ്മൾ ആദ്യമേ പഠിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഒന്നും നോക്കണ്ട, കണ്ടിന്യൂസ് ആണ്. അപ്പം പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ 0യിൽ മാത്രം. 0യുടെ ഇടതുവശവും വലതുവശവും കോൺസ്റ്റന്റ് ആണ്, കണ്ടിന്യൂസ് ആണ്. 0യിലും കൂടെ ചെക്ക് ചെയ്യണം. 0യിൽ ആ ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്നത്, അവിടെ കൂടെ നമ്മൾ ചെക്ക് ചെയ്യണം കണ്ടിന്യൂസ് ആണെന്ന്. അപ്പം നമുക്ക് നോക്കാം 0യിലെ കാര്യം നോക്കാം. അതിനായിട്ട് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു, 0 മാത്രം അടയാളപ്പെടുത്തുന്നു. ഇവിടെ 0 മൈനസും ഇവിടെ ടെൻസ് ടു 0 പ്ലസും. ലെസ് ദാൻ 0യിൽ f of x -1 ആണ്, ഗ്രേറ്റർ ദാൻ 0യിൽ f of x +1 ആണ്. ഈ 0യിലും കൂടെ കണ്ടിന്യൂസ് ആയാൽ മതി. നമുക്ക് നോക്കാം. f of 0 മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് x ടെൻസ് ടു 0 മൈനസ് f of x ആണ്. 0 മൈനസിൽ f of x ടെൻസ് ടു 0 ഇട്ടാൽ മതി. 0 മൈനസിൽ f of x -1 ആണ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കോൺസ്റ്റന്റിന്റെ ലിമിറ്റ് അത് തന്നെയാണ്. x ഉണ്ടെങ്കിൽ മാത്രം വാല്യൂ കൊടുത്താൽ മതി, x ഇല്ലെങ്കിൽ ആ നമ്പർ തന്നെയാണ്. -1ന്റെ ലിമിറ്റ് -1 തന്നെ. ഇനി f of 0 പ്ലസ് ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് f of x. ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസിൽ f of x ന്റെ 1ന്റെ ലിമിറ്റ് 1. തന്നെ നോക്കാം, ഡിഫറൻ്റ് അല്ലേ, ഒരെണ്ണം +1 ഒരെണ്ണം -1. ഇനി അഥവാ അത് ഈക്വൽ ആയാൽ നിങ്ങൾ f of 0 കാണണം. f of 0 ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്. f of x ഈക്വൽ ടു 0 if
എക്സ് ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0 വരുന്ന ഈ കേസിലാണ് എക്സ് ഈക്വൽ ടു 0 വരുന്നത് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ ഇവിടെ 0 ആണ്. അപ്പോൾ എഫ് ഓഫ് 0 എന്ന് വെച്ചാൽ 0 ആണ്. അതിവിടെ ആവശ്യമില്ല, കാരണം ഇവിടെ ഇത് തന്നെ ഡിഫറെൻ്റ് ആയല്ലോ. അപ്പോൾ എഫ് ഓഫ് 0 മൈനസ് നോട്ട് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് ഈക്വൽ ആയില്ല. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടെ 0യിൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. ഒരു സിംഗിൾ ഫംഗ്ഷൻ്റെ കുഴപ്പമില്ല, അതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന ഫംഗ്ഷൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. ആ സ്പ്ലിറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ ഡിസ്കണ്ടിന്യൂസ് ആവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു kx plus 1 if x less than or equal to pi cos x if x greater than pi is a continuous function. അപ്പോൾ നമുക്ക് ഇത് എഫ് ഓഫ് എക്സ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് തന്നേക്കുക. അത് വെച്ചുകൊണ്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ചിലപ്പം കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് പൈ എന്ന് പറയും. കാരണം ഇത് സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന പോയിന്റ്സിലാണ് കണ്ടിന്യൂസ് അല്ലാതാവാൻ സാധ്യത. അപ്പോൾ ഈ പൈയിൽ കണ്ടിന്യൂസ് ആണെന്ന് തന്നാലും മതി. കണ്ടിന്യൂസ് ഫംഗ്ഷനോ കണ്ടിന്യൂസ് അറ്റ് പൈ എന്നോ പറഞ്ഞാൽ മതി, ഏതാണെങ്കിലും കുഴപ്പമില്ല. അപ്പം നമ്മളോട് ഇവിടെ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞേക്കുക. അത് വെച്ചുകൊണ്ട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് പറയാം ദിസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് പൈ. കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു പൈ. നമുക്ക് പൈയുടെ കാര്യം മാത്രം കിട്ടിയാൽ മതി, കാരണം ഫംഗ്ഷൻ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുന്ന പൈയിലാണ്. പൈയിലെ കാര്യം മാത്രം മതി. അപ്പം ഗിവൺ ദാറ്റ് ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ, therefore f of x is continuous at x is equal to pi. ഈ പർട്ടിക്കുലർ പോയിന്റിലെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം f of pi മൈനസ് ഈക്വൽ ടു f of pi പ്ലസ്. ഇവിടെ f of pi യുടെ ആവശ്യമില്ല, നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഈ ലെഫ്റ്റും റൈറ്റും മാത്രം എഴുതിയാൽ മതി, അതിൽ നമുക്ക് k കിട്ടും. അപ്പം ഈക്വൽ ടു f of pi കൂടെ വേണേ ഇടാം, അതിൻ്റെ ആവശ്യമില്ല, ഈ രണ്ടെണ്ണം മതി. കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റന്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ലെഫ്റ്റും റൈറ്റും മാത്രം എടുത്താൽ മതി, അല്ലാതെ ഈക്വൽ ടു എഫ് ഓഫ് പൈയുടെ കൂടെ ആവശ്യമില്ല. ഇനി നമ്മൾ പഴയ പ്രോസസ് തുടരുന്നു. നമ്പർ ലൈൻ വരയ്ക്കുന്നു, പൈ എഴുതുന്നു, എക്സ് ടെൻസ് ടു പൈ മൈനസ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് പൈ മൈനസിൽ എഫ് ഓഫ് എക്സ്. പൈ മൈനസ് ലെസ് ദാൻ പൈ ആണ്, ലെസ് ദാൻ പൈയിൽ എഫ് ഓഫ് എക്സ് കെ എക്സ് പ്ലസ് 1, ഗ്രേറ്റർ ദാൻ പൈയിൽ എഫ് ഓഫ് എക്സ് കോസ് എക്സ്. നമ്മൾ രണ്ടും കണ്ടുപിടിക്കുന്നു. എഫ് ഓഫ് പൈ മൈനസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ മൈനസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ്. പൈ മൈനസിൽ എഫ് ഓഫ് എക്സ് കെ എക്സ് പ്ലസ് 1 ആണ്. പലർക്കും മാറിപ്പോവേ, എക്സിനാണ് പൈ കൊടുക്കുന്നത്, ചിലർ കെയ്ക്കൊക്കെ അങ്ങ് പൈ കൊടുക്കും. എക്സിന് പൈ കൊടുക്കുക, കെ ഇൻറ്റു പൈ പ്ലസ് 1, കെ പൈ പ്ലസ് 1. ഇനി റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഫ് ഓഫ് പൈ പ്ലസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ പ്ലസ് എഫ് ഓഫ് എക്സ്, ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു പൈ എഫ് ഓഫ് എക്സ്. പൈ പ്ലസ് എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആണ്, കോസ് എക്സ്, ദാറ്റ് ഈസ് പൈയുടെ വാല്യൂ, എക്സിന്റെ വാല്യൂ പൈ കൊടുക്കും, കോസ് പൈ. കോസ് പൈയുടെ വാല്യൂ ഓർക്കുന്നുണ്ടോ? കോസ് പൈ മൈനസ് 1. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ട്, എഫ് ഓഫ് പൈ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസ് എഴുതി വെച്ചിട്ടില്ലേ? എഫ് ഓഫ് പൈ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസ് ഇംപ്ലൈസ്, അതിലേക്ക് നമ്മൾ കൊടുക്കുക, വാല്യൂ കൊടുക്കുക. എഫ് ഓഫ് പൈ മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസ്, നമുക്കറിയാം ദാറ്റ് ഇംപ്ലൈസ് എഫ് ഓഫ് പൈ മൈനസിന്റെ വാല്യൂ കെ പൈ പ്ലസ് 1, കെ പൈ പ്ലസ് 1 ഈക്വൽ ടു എഫ് ഓഫ് പൈ പ്ലസിന്റെ വാല്യൂ മൈനസ് 1. കെയുടെ വാല്യൂ ഇല്ലേ? അപ്പം കെ പൈ ഇസ് ഈക്വൽ ടു മൈനസ് 1 മൈനസ് 1 മൈനസ് 2, therefore k is equal to minus 2 by pi. ക്ലിയർ ആയോ? ഓക്കെ, ഇങ്ങനെ കെയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഒരു ക്വസ്റ്റ്യൻ, ഇവിടെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 if x less than or equal to 2, ax plus b if 2 less than x less than 10, 21 if x greater than or equal to 10. അതായത് ലെസ് ദാൻ ഓർ ഇക്വൽ ടു 2 ഇത് ഫുള്ള് 5, 2 തൊട്ട് 10 വരെ എഫ് ഓഫ് എക്സ് എക്സ് പ്ലസ് ബി, ഗ്രേറ്റർ ദാൻ ഓർ ഇക്വൽ ടു 10 ഫുള്ള് 21 ആണ് ഫംഗ്ഷൻ്റെ വാല്യൂ. ഇത് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ് തന്നിട്ടുണ്ട്, എഫ് ഓഫ് എക്സ് കണ്ടിന്യൂസ് ആണ് തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കും. അതിനായിട്ട് ഇവിടെ നോക്കാം, സ്പ്ലിറ്റ് ചെയ്തേക്കുന്ന പോയിന്റ് 2ഉം 10ഉം, നമുക്ക് ആ പോയിന്റ്സ് മതി. 2ഉം 10ഉം ആണ്. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് പറയാം എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 2 ആൻഡ് എക്സ് ഇസ് ഇക്വൽ ടു 10. 2ലും 10ലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഇക്വൽ ടു 2 ആൻഡ്
എക്സ് ഇസ് ഈക്വൽ ടു 10. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടും. 2ലെ കണ്ടിന്യൂസ് ആയതിന് 2ന്റെ ലെഫ്റ്റും റൈറ്റും 2 മൈനസും എഫ് ഓഫ് 2 പ്ലസും സെയിം. അതുപോലെ തന്നെ 10ൽ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഓഫ് 10 മൈനസും എഫ് ഓഫ് 10 പ്ലസും സെയിം. ഈ 4 വാല്യൂ കണ്ടുപിടിച്ച് ഈ ഇക്വേഷൻ അത് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പം അതിനായിട്ട് നമ്മൾ നമ്പർ ലൈൻ വരയ്ക്കുന്നു. നമ്മുടെ നമ്പർ ലൈൻ 2 വേണം 10 വേണം. ഇവിടെ x ടെൻസ് ടു 2 മൈനസ്, ഇവിടെ x ടെൻസ് ടു 2 പ്ലസ്, ഇവിടെ x ടെൻസ് ടു 10 മൈനസ്, x ടെൻസ് ടു 10 പ്ലസ്. 2 മൈനസിൽ എഫ് ഓഫ് എക്സ് ഫുള്ള് 5 ആണ്. ഇവിടെ ഫുള്ള് രണ്ടിടത്തും ax പ്ലസ് ബി ആണ്. അതായത് 2 പ്ലസിലും 10 മൈനസിലും ax പ്ലസ് ബി ആണ്. 10 പ്ലസിൽ വരുമ്പോഴത്തേക്കും 21 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 21. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഈ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ പോവാണേ. അപ്പോൾ എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു ലിമിറ്റ് ഇക്വേഷൻ ഒക്കെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ്. 2 മൈനസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു 2. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2 മൈനസിൽ 5 ആണ്. അതിൻ്റെ വാല്യൂ ഇപ്പോൾ 5 വരും. കോൺസ്റ്റന്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റന്റ് തന്നെ 5 വരും. ഇനി എഫ് ഓഫ് 2 പ്ലസ് ഇതുപോലെ ഇക്വേഷൻ ഇതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ്. അത് ഞാൻ എഴുതുന്നില്ല. ഇനി ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസിൽ ax പ്ലസ് ബി ആണ്. ax പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിനാണ് നമ്മൾ 2 കൊടുക്കുന്നത്. a ഇൻറ്റു 2 പ്ലസ് ബി 2a പ്ലസ് ബി എന്ന് എഴുതാം. ഇനി എഫ് ഓഫ് 10 മൈനസ് ഇക്വേഷൻ എഴുതിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ്. 10 മൈനസിൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസിലും ax പ്ലസ് ബി ആണ്. ax പ്ലസ് ബി വരും. എക്സിന് 10 കൊടുക്കുമ്പോഴത്തേക്കും 10a പ്ലസ് ബി വരും. 10a പ്ലസ് ബി. ഇനി എഫ് ഓഫ് 10 പ്ലസ് ഇക്വേഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ്. 10 പ്ലസിൽ എഫ് ഓഫ് എക്സ് 21 ആണ്. അപ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 21 വരും. 21ന്റെ ലിമിറ്റ് 21 തന്നെ. അപ്പോൾ എല്ലാം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 2 പ്ലസ് ആൻഡ് എഫ് ഓഫ് 10 മൈനസ്. ആ രണ്ട് ഇക്വേഷൻ ഇല്ലേ? എഫ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു എഫ് ഓഫ് 2 പ്ലസ് ആൻഡ് എഫ് ഓഫ് 10 minus equal to f of 10 plus implies f of 2 minus എന്ന് പറയുന്നത് 5 ആണ്. 5 is equal to 2a plus b യും and 10a plus b is equal to 21. രണ്ട് ഇക്വേഷൻ കിട്ടി. ഇനി ആ രണ്ട് ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്തെടുത്താൽ മതി. രണ്ട് ഇക്വേഷനും 1ഉം 2ഉം കൊടുത്ത് സോൾവ് ചെയ്യാം. ആദ്യം വലിയ ഇക്വേഷൻ കൊടുക്കാം. 10a plus b is equal to 21 ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 2a plus b is equal to 5 ഇക്വേഷൻ നമ്പർ 2. ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്തു. 1ൽ നിന്ന് 2 സബ്ട്രാക്ട് ചെയ്ത് 10a മൈനസ് 2a. 10a മൈനസ് 2a എന്ന് പറയുമ്പോൾ 8a പ്ലസ് b മൈനസ് b 0 വരും. 21 മൈനസ് 5 16. 8a ഈക്വൽ ടു 16 വരും. a ഈസ് ഈക്വൽ ടു 16/8 2 വരും. a ഈസ് ഈക്വൽ ടു 2 വരും. ഇനി ഈ 2ന്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ 2ൽ കൊടുത്താൽ മതി. ഇക്വേഷൻ നമ്പർ 2ലേക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എയുടെ വാല്യൂ അപ്പം 2 ഇൻറ്റു 2 പ്ലസ് ബി equal to 5. 2 into 2 is 4 അല്ലേ? b is equal to 5 minus 4 is equal to 1. a 2 b 1 കിട്ടി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. 4 മാർക്കിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എളുപ്പമാണ്. ഈ ലെഫ്റ്റും റൈറ്റും കണ്ടുപിടിച്ച് ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തെടുത്താൽ മതി. a is equal to 2 കിട്ടി, b is equal to 1 കിട്ടി. ഇത്രയാണ് കണ്ടിന്യൂറ്റി ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകൂടി ഒന്ന് ശരിക്കും ഫസ്റ്റ് ഇയർ റിവിഷൻ ആയിട്ട് തന്നെ നോക്കാം. അതിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതേണ്ടവർക്ക് ഇത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.